ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. നാർക്കോ അനാലിസിസിന്റെ ടെസ്റ്റില്ലെന്നും പകരം നുണപരിശോധനയാണ് സുസ്മിതയ്ക്ക് വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നതെന്നും ശ്രീരഞ്ജിനി വന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന സുസ്മിത നുണപരിശോധനയ്ക്ക് സമ്മതം കൊടുക്കുകയാണ്. ഈ ശനിയാഴ്ചയാണ് നുണപരിശോധന എന്ന് പറഞ്ഞ് ശ്രീരഞ്ജിനി അവിടെ നിന്ന് പോകാനിറങ്ങുമ്പോൾ സുസ്മിത പറയുകയാണ്, അത് പിന്നെ മേഡം, ഈ ശനിയാഴ്ച എന്നുള്ളത് ഡേറ്റ് ഒന്ന് മാറ്റാൻ സാധിക്കുമോ? ശനിയാഴ്ചയെ എനിക്കൊരു DJ പാർട്ടി ഉണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ശ്രീരഞ്ജിനി സത്യഭാമയെ നോക്കി പറയുകയാണ്, ഞാനിവിടെ ഇവളെ ചോദ്യം ചെയ്യാൻ വന്നപ്പോൾ ഇവൾ എന്തായിരുന്നു പറഞ്ഞത്? ഭർത്താവില്ലാത്തതിന്റെ ദുഃഖത്തിൽ കഴിയുന്ന ഒരു ഭാര്യയാണ് ഞാനെന്നും എന്നോട് ഇങ്ങനെ ചോദ്യം ചെയ്യരുതെന്നുമല്ലേ ഇവള് പറഞ്ഞത്. എന്നിട്ടെന്താ, ഇവൾക്ക് DJ പാർട്ടിക്കൊന്നും പോകുന്നതിന് ഒരു കുഴപ്പവുമില്ലേ? ഇത് കേൾക്കുന്ന ഭാമ പറയുകയാണ്, ഇവള് നുണപരിശോധന ടെസ്റ്റിന് വന്നിരിക്കും, ഞാൻ തന്നെ ഇവളെ കൊണ്ടുവന്നിരിക്കും, ഇവള് ഒരു DJക്കും ഇവിടെ നിന്ന് പോകില്ല. അത്രയും പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ സുസ്മിതയെ നോക്കുകയാണ്. അതോടെ ശ്രീരഞ്ജിനിയും അവിടെ നിന്ന് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സുസ്മിത ചന്ദ്രബോസിനെ കാണാനായി ചെല്ലുന്നതാണ്. നുണപരിശോധനയുടെ കാര്യങ്ങളൊക്കെ സുസ്മിത ചന്ദ്രബോസിനോട് പറയുകയാണ്. ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ സാധിക്കും. എന്റെ മുഖത്ത് നോക്കിയാലേ ഞാൻ പറയുന്നത് നുണയാണോ എന്ന് പോലും ആർക്കും മനസ്സിലാകില്ല. അത്രയ്ക്ക് കഴിവുണ്ട് എനിക്ക്. എങ്കിലേ സുസ്മിതേ, നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളൊന്നും. നിന്റെ ECG അടക്കം അവരെടുക്കും. നിന്റെ ഹാർട്ട് ബീറ്റിന്റെ സ്പീഡൊക്കെ അനുസരിച്ചേ അവർക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനാകും നീ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ രോഹിത് തിരിച്ചു വരാതെ എന്നാ മാത്രം മതി. ഇല്ലെങ്കിലേ നീ നേരെ സെൻട്രൽ ജയിലിലേക്കായിരിക്കും പോകാൻ പോകുന്നത്. ഇത് കേൾക്കുന്ന സുസ്മിത ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അത് പിന്നെ ചിറ്റപ്പൻ പറഞ്ഞതുപോലെ ഇനി രോഹിത് എങ്ങാനും തിരിച്ചു വരുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. ശരി, നീ അതൊന്നും ഓർത്ത് എന്താണെങ്കിലും വിഷമിക്കണ്ട. ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു പോയില്ലേ? അങ്ങ് അടിവാരത്തെ ഒരു പോലീസുകാരനുണ്ട്, ബുള്ളറ്റ് വിജയൻ എന്നാ അയാൾ എല്ലാവരും വിളിക്കുന്നത്. ഞാനേ രോഹിത് അവിടെ എങ്ങാനും രക്ഷപ്പെട്ട് എത്തിയിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എങ്ങാനും രോഹിത് ജീവനോടെ ഉണ്ടെങ്കിൽ രോഹിത്തിന്റെ കാര്യത്തിൽ അയാൾ തീരുമാനമുണ്ടാക്കിക്കോളും. നീ എന്താണെങ്കിലും അതോർത്ത് വിഷമിക്കേണ്ടെന്ന് ചന്ദ്രബോസ് സുസ്മിതയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ബുള്ളറ്റ് വിജയനെയാണ്. ബുള്ളറ്റ് വിജയൻ സാരായം വാറ്റുന്ന ഒരാളോട് പോയി രോഹിത്തിനെ പറ്റിയൊക്കെ അന്വേഷിക്കുകയാണ്. ഇല്ല സാർ, ഞങ്ങൾ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഫോട്ടോയിൽ കാണുന്ന ആളെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ എന്നെ വിവരം അറിയിക്കണമെന്ന് ബുള്ളറ്റ് വിജയൻ പറയുന്നു. സാറേ, ചെകുത്താൻ പറയുന്ന വീണതല്ലേ, ഇയാൾ ജീവനോടെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് അയാൾ പറയുന്നുണ്ടെങ്കിലും വിജയൻ സമ്മതിക്കുന്നില്ല. ഇവൻ ജീവനോടെ ഉണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ എന്നെ വിളിച്ചറിയിക്കണം. ഇത്രയും പറഞ്ഞിട്ട് വിജയൻ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. ഈ കേസിൽ നിന്നും എങ്ങനെയെങ്കിലും തടിയൂറണമല്ലോ. ഇപ്പൊ ഇനി അതിന് എന്താ ഒരു വഴി? ചിറ്റപ്പൻ പറഞ്ഞതുപോലെ ആ നുണപരിശോധന ടെസ്റ്റിലെങ്ങാനും ഞാൻ പിടിക്കപ്പെട്ടാൽ അതോടെ തീർന്നു. ഇനി എന്താ ചെയ്യുക എന്നാലോചിക്കുന്ന സുസ്മിതയ്ക്ക് ബാലചന്ദ്രന്റെ കാര്യം ഓർമ്മ വരികയാണ്. തുടർന്ന് സുസ്മിത ബാലചന്ദ്രനെ വിളിക്കുന്നു. ബാലേട്ടൻ എന്നോട് പിണക്കമാണോ? ഞാൻ വിചാരിച്ചു ബാലേട്ടൻ എന്നെ തിരിച്ചു വിളിക്കുമെന്ന്. പക്ഷേ ബാലേട്ടൻ എന്നെ തിരിച്ചു വിളിച്ചതുപോലുമില്ലല്ലോ. ഞാനൊരു കാര്യം പറയാനാ വിളിച്ചത്. എപ്പോഴും ബാലേട്ടൻ എന്നോടൊരു ആഗ്രഹം പറയാറില്ലേ, നമുക്ക് ദൂരെ ഏതെങ്കിലും റിസോർട്ടിൽ പോകാമെന്ന്? ആ ആഗ്രഹം ഞാൻ അങ്ങ് സാധിച്ചു തരാൻ പോവുകയാണ്. നമുക്ക് നാളെ തന്നെ റിസോർട്ടിലേക്ക് പോകാം. ബാലേട്ടൻ അതിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യാൻ പറഞ്ഞ് സുസ്മിത ഫോൺ കട്ട് ചെയ്യുകയാണ്. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആലോചിച്ചിട്ട് ഇതേ ഒരു വഴിയുള്ളൂ. ഇനി അവരെന്നെ എങ്ങനെ പിടിക്കുമെന്ന് എനിക്കൊന്ന് കാണണം എന്നൊക്കെ സുസ്മിത പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.